അപ്പം ഞങ്ങൾ കണ്ണൻദേവൻ ഫാക്ടറിയിൽ വന്നേക്കാം, മാടുപ്പെട്ടി ഫാക്ടറിയിലേക്കാണ് വന്നേക്കുന്നത്. ഇതല്ലേ കണ്ണൻദേവൻ്റെ തന്നെയല്ലേ ഇത്? കണ്ണൻദേവൻ്റെ ടീ ആണ്. ആ ഓ, കണ്ണൻദേവൻ്റെ ടീ ഫാക്ടറി വിസിറ്റിനാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ഫാക്ടറിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഷോ ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് ഓരോ ഇതിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചുള്ള ഷോ ടെലിവിഷനിൽ കാണിച്ച് നമുക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ തരികയാണ് ചെയ്യുന്നത്. പ്രോസസ് ഏരിയ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കാണാൻ മാത്രമാണ് കഴിയുള്ളൂ. കണ്ണൻദേവൻ ടീ എസ്റ്റേറ്റിൽ ആദ്യകാലങ്ങളിൽ കൊണ്ടുവന്ന ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ പോലും ഇപ്പോഴും അവർ ആ തനിമയോട് തന്നെ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കവിടെ റോ ആയിട്ടുള്ള ടീ അവിടെ വെച്ചിട്ടുണ്ട്, ലീഫ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാനൊക്കെ സൗകര്യത്തിന് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പ്രോസസ്സ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല, നമുക്കൊരു ഗ്ലാസിൻ്റെ ഇടയിലൂടെ മാത്രം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറുന്നതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. നമുക്ക് ഇവിടെ നമുക്ക് ലാർജ് സ്കെയിൽ ചെയ്യണതുകൊണ്ട് ഇവിടെ വിസിറ്റേഴ്സിനെ പ്രോസസ് ഏരിയയിലേക്ക് അലൗ ചെയ്യില്ല. നമുക്കിത് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പോകേണ്ടത് ടീ മ്യൂസിയത്തിലാണ് പോകേണ്ടത്. ടീ മ്യൂസിയത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സും അതിനോട് അനുബന്ധിച്ച ഡീറ്റെയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് റിപ്പിളിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്. നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ഇവരുടെ എല്ലാവിധ പ്രോഡക്റ്റുകളുടെയും ഡിസ്പ്ലേ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഓൾറെഡി നല്ല തിരക്കാണ്, പുറത്ത് നല്ല മഴയാണ്, അത് കാരണം ആളുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഉണ്ട്, പല സാധനങ്ങളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പാക്കേജ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതിനകത്ത് റിപ്പിളിൻ്റെ തന്നെ പലതരത്തിലുള്ള ടീ പൗഡറിൻ്റെ പാക്കിങ് നമുക്ക് കാണാം. ജിഞ്ചർ ടീ, കാർഡമം ടീ, ലെമൺ ടീ, അങ്ങനെ പല ഫ്ലേവറിലുള്ള ടീയുടെ പൗഡറുകളാണ് ഇവിടെ ഉള്ളത്. ഗ്രാന്യൂൾസ് ഫോമിലുണ്ട്, പൗഡർ ഫോമിലുണ്ട്, ലീഫ് ഫോമിലുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പൗഡേഴ്സ് നമുക്ക് കിട്ടും. ഞങ്ങൾ ഇതിനകത്തുനിന്ന് നോക്കി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഓരോന്നൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ പാക്കേജിങ് തൊട്ടുണ്ട്, 100 ഗ്രാമിൻ്റെ ഒക്കെ പാക്കേജിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം, പല ഫ്ലേവറിലുള്ളത്. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. പിന്നെ കൂടാതെ പലതരത്തിലുള്ള ചോക്ലേറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള ചോക്ലേറ്റുകളും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ണൻദേവൻ പ്ലാന്റേഷൻ കമ്പനിയിലെ വിസിറ്റ് കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലാർജ് സ്കെയിൽ ഒരു ഇൻഡസ്ട്രി ആയത് കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പ്രോസസ്സ് ഒന്നും കാണാൻ ഇവിടെ കഴിയില്ല. അങ്ങനെ കാണാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ടീ മ്യൂസിയമാണ്. ടീ മ്യൂസിയത്തിലേക്ക് പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം കാണിച്ചത് ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിട്ടി, ഇവിടെ വന്നു. ഇവിടെ അഡൽട്ടിന് ചാർജ് വരുന്നത് 100 രൂപയും അതുപോലെ ചൈൽഡിന് വരുന്നത് 40 രൂപയാണ്. അവിടെ കാണിക്കുന്നത് ഒരു ടി വിയിലെ ഷോയിലാണ് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമുക്ക് ഗ്ലാസ്സിലൂടെ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സ് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ടീ മ്യൂസിയമാണ് അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത
ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എക്കോ പോയിന്റ്, അത് കഴിഞ്ഞ് നമ്മൾ ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ പോകണത്. പക്ഷെ ഇന്ന് പതിവിലും ഭയങ്കര ബ്ലോക്കാണിന്ന്. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ 2nd വീക്കാണ്, അതായത് 2nd സാറ്റർഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്ക് കൂടിയ ഒരു സമയമാണിത്. കാര്യം നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും ആളുകൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ബ്ലോക്കൊന്നും കിട്ടിയില്ല. ഇനി എന്തുമാത്രം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയില്ല.